പിടിച്ചോട്ടാ, സ്ലിപ്പായി പോണ്ടോ? പിടിച്ചോണേ, കൈ വയ്യാത്തോണ്ടോ? പിടിച്ചിട്ടുണ്ട്, പേടിക്കണ്ടോ? ഞാൻ എന്റെ കയ്യേറ്റുപോയാലും ഞാൻ ഈ കയറുന്നു വിടൂല. ആ വിടല്ലേട്ടോ, ഒന്ന് ഇറക്കി വിട് സുഖു. ഓക്കെ അല്ലേ? കുഞ്ഞാതേ വരണ്ടാ. ഈ കൊട്ട ഇങ്ങനെ ഫുള്ളായിട്ട് നിറയ്ക്കണമെന്നില്ല. ഞാൻ രണ്ടായിട്ട് കളഞ്ഞോളാം. അടിച്ചോണ്ടിരിക്കുക. ജാതിക്ക് ഞായറാഴ്ച ഇറച്ചൊന്നും മേടിച്ചില്ലേ? ജാതി എത്തിയാടാ. എന്റെ പൊന്നു സുധാരം, നിന്റെ പിള്ളേർക്ക് കിണറ്റിൽ കളിക്കാൻ കുഞ്ഞായി സാധനം വേണ്ടാ, ഇറക്കേണ്ട. പാച്ചനിപ്പോ എന്ത് ചെയ്യുക? ഞാനിങ്ങനെ സൂചേന്റെ കൂടെ. അതിന് സുഖിനിപ്പോ കട കച്ചവടമൊന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനല്ല, മൊത്തത്തിലൊന്നും നന്നാവാനായിട്ട് വീട്ടുകാർ വിട്ടതാ. അപ്പൊ ശമ്പളം ഒന്നും ഇല്ല. ചേട്ടൻ എന്താ പണി? എനിക്ക് സർക്കാർ ജോലിയാ, KSRTC. അപ്പൊ ശമ്പളം വരും 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 വരും. സുധാര, കുറച്ച് കട്ടക്കൊക്കെ ഒഴുക്കി വെറുതെ പാച്ചോളം കുടിച്ച് വേറെ എന്താ ഒരു ചക്ക ഇട്ടതാടാ. എത്ര നാളായിടാ പറയണത്? ഇപ്പഴാ ദേ പണിയിലാണ്, കണ്ടൂടെ? ഒരു ചക്ക ഇട്ടാടാ. പൊക്കുതേ വരേണ്, ഇത് കഴിഞ്ഞിട്ട് വരാം. അവിടെ വെള്ളോടിയാണെന്ന് എനിക്കറിയാം. എന്തുന്നാ അധ്വാനിക്കണ കണ്ടില്ലേ? ഒന്നിറക്കി കൊടുത്തേർക്കാം. അത്യാവശ്യം വല്ലവരും വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അവന് ഭയങ്കര ഉത്സാഹമാണ്. കട്ടൻ ചായയാണ് സൂചേട്ടാ. മനസ്സിലായി. നീ പോണില്ലേ പണിക്കൊന്നു? നൈറ്റ് ഡ്യൂട്ടിയാ. പണിയൊക്കെ പഠിച്ചോ? പഠിച്ചെന്നെ. എനിക്കൊരു പാൽച്ചായ. ശരിയടി. നീ ഒഴിച്ചേ, വെള്ളോടിയായിരിക്കുന്നു. എടാ സുഖു, നിനക്ക് കള്ളു വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. ആ ചക്ക ഒന്ന് ഇട്ട് തരാമോ? നിന്റെ കാല് പിടിക്കെന്താ? എന്റെ അമ്മ ഒന്ന് പോയമൊന്ന്, ഞാൻ ഇട്ടുതരാന്ന്. നീ ചക്ക ഇടൂല, മാങ്ങ ഇടൂല. ചെല്ലാമൊന്ന് ഒന്ന് പോയേ. ആ നിങ്ങളുടെ കെട്ടും ചാക്കിട്ടുണ്ടോ? ഡിസ്ക് തീർന്ന മനുഷ്യൻ. അയ്യോ, നോക്കി ഇറക്കി വെക്കട്ടെ. ഇനി പറ്റി കഴിഞ്ഞാൽ നോക്കാൻ. അമ്മ കലിപ്പാണോടാ? എന്തടാ? ചായ ആയിരുന്നു. ചായ പറഞ്ഞിട്ട് കൊടുക്കണ്ട. അമ്മ, ഞാൻ പറഞ്ഞല്ലേ ഷഡ്ഡി മഴ പെയ്യുമ്പോ അത്തെടുത്തടാ. ഞാൻ എന്തിട്ടുണ്ട് പോയി? നീ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞാളാ. എടി കുഞ്ഞി, എടി കുഞ്ഞി, കുഞ്ഞി, നീ ഇങ്ങോട്ട് വന്നേ. എന്താടാ ഇതെന്തുന്നത്? ഞാൻ എന്നിട്ടുണ്ടോ ഇനി? എടാ മറന്നു എടാ, ഞാൻ നിനക്ക് പെട്ടുണ്ടോനൊന്നും ഇല്ലേ? സുഖഭൂമിയിലൊന്നും ഉടുക്കാതെയാണ്, അതുകൊണ്ട് ഇന്നൊരു ദിവസം തന്നെ ബാധിക്കാതൊക്കെ എനിക്കറിയാം കേട്ടാ. പൊന്നോ, ഷഡ്ഡിടാതെ പോണേനാണോ ഇത്രയും വലിയ ഡയലോഗ്? ഒന്ന് പോടൊക്കെ കൊടുത്തു. നിനക്കായിരുന്നില്ല ചക്കപ്പുഴുക്ക്. എന്താ വേണ? ഈ മഴയത്ത് എന്താടാ പുറത്ത് അകത്ത് കയറിയിരുന്നൂടെ? ഓ വേണേ കേറി. ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പാച്ചാ, ഞാൻ നിന്റെ മടിയിൽ കയറുന്ന വണ്ടി ഓടിക്കട്ടെ? അപ്പൊ സൂചേട്ടൻ അവിടെ ഇരിക്കും. സുഖച്ചേട്ടൻ വരുമ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഈ മഴയുള്ളപ്പോ പുറത്തൊന്നും പോണ്ട. ഇത്രയും ബുദ്ധിമുട്ടി അങ്ങോട്ടാ? എടാ ഒന്ന് കേറി ഇട പാച്ചോ. ഒന്ന് കേറി 3 പേരും കൂടി ബൈക്ക് പോകണ്ട. നിന്റെ ഷുഗർ ഡാഡിയിലെ അയ്യേ, ഷുഗർ ഡാഡിയാ? എന്താ ഷുഗർ ഡാഡി? മുതലാളി. ഓ പോടാ, ഞങ്ങൾ തൊഴിലാളി മുതലാളി. മാർക്കറ്റ് വഴി പോയാൽ മതി. കുഞ്ഞായി രാവിലെ വള്ളിയൊന്നും പിടിക്കില്ലട്ടാ, വണ്ടി എടുക്കാൻ പോകണം. ഓ, നാളെ വന്നിരിക്കുന്ന സാൻഡ്വിച്ച് അടിച്ച് പോകണ്ടല്ലോ, ബുള്ളറ്റിൽ പോവാം അല്ലേ സൂചേട്ടാ? ഓ, ഞാൻ ടാക്കിന്ന് സീറ്റിലേക്ക്. ഈ ഗായകർക്ക് പ്രാധാന്യമുള്ള പാട്ടെങ്കിലും ചന്ദ്രേട്ടാ, നിങ്ങളുടെ പ്രായമുള്ള ക്ലവർക്ക് അടിച്ചപ്പോ ഇവിടെ ഒന്ന് ഞങ്ങളെ തന്നു പോയി വെക്കണം. എന്നാ ഞാൻ മേടിച്ചത് കുപ്പിയായിട്ട് അങ്ങ് പൊക്കോട്ടെ. കൊടുത്തത് പ്രായമുള്ള എന്നിട്ട് കുപ്പിയുടെ കണക്ക് പറഞ്ഞു വന്നേക്കണേ. ഞാൻ പണിക്ക് പോയി കാശ് കൊണ്ട് പഠിച്ചതല്ലേ.
സൂചേട്ടാ ഇന്ന് ഒരുപാട് ഇറണ്ടി വരുമല്ലോ. കേരളത്തെങ്കിലും ഒത്തുവിടും. ചേട്ടാ എനിക്ക് സൂചേട്ടൻ വലിയ കൊല ഇട്ടല്ലോ. എന്റെ കരിക്ക് നന്നാക്കേ. സൂചേട്ടാ തേങ്ങ ഇടല്ലേ, ഞാൻ കരിക്കെടുക്കാൻ വരുവാണ്. അയ്യോ എടാ ഓടി വേടാ. വിളിക്കാം. ഇവിടെ എത്ര നേരം ഇങ്ങനെ ഇരിക്കാനാ? വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. കുറച്ചേരത്തെ കാര്യമുള്ളൂ. പിന്നെ ചേട്ടാ പ്രേമാവുമ്പോ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. മെനങ്ങാന്നല്ലേ നമ്മള് പ്രേമായ. അതിന് ഇത്ര റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ ഓഫീസിലും വീട്ടിലും എല്ലാം കയറി നിരങ്ങുമോ? ഇവിടെ എന്തായാലും വരൂല. പേടിച്ചു തോന്നി. അയ്യോ ഇവിടെ ഇവക്കൊരു പണി അറിയാൻ പാടാ. വേറെ ഡോക്ടർമാരെങ്കിലും വിളിക്കണം. ഹലോ ഹലോ, ഡോക്ടർ എവിടെയാ? ഞാൻ സൂചേട്ടൻ എങ്ങനെ കൊണ്ടുവന്നേക്കുന്നു? ഇനി എന്താ വേനുണ്ടോ? വേനുണ്ട്, കൈക്ക് കാലം എല്ലായിടത്തും വേനുണ്ട്. സൂചേട്ടൻ ശ്രദ്ധിക്കണ്ടേ? പോടി കൊടുത്തു അവിടെ കിടക്കണം. സൂചേട്ടൻ എന്തെങ്കിലും പറ, ഭയങ്കര സൈലൻസ്. എടാ വീട്ടിൽ പറഞ്ഞോടാ. അയ്യോ അമ്മൂന്ന് അലമ്പുണ്ടാക്കും. നിങ്ങൾ പോക്കോ, അലമ്പാക്കും, ഉറപ്പാണ് അലമ്പുണ്ടാക്കുന്നു. വിളിക്കാം പോ. എടാ നീ പോളേ. ഞാൻ പോകുന്നില്ല സൂചേട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മൂന്ന് ചകളടിച്ച് വിളിക്കൂട്ടെ, വേണേ പൊക്കോ നീ. ഇതെന്തത്? തട്ടില്ലല്ലോ സൂചേട്ടാ. ആൾക്കാരോട് കൂടുന്നു. കുപ്പിയെടുത്ത് വെച്ചാ? അയ്യോടാ, അടച്ചേന് വെച്ചാ? വച്ചുണ്ടാവും. അടച്ചില്ലെങ്കിൽ അവന്മാരെ അടിച്ചുണ്ടാവും. അപ്പൊ എന്നൊരു ലഹരി വിരുദ്ധ പോസ്റ്റ്. നിന്റെ വീട്ടുകാര് കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കല്ലേ? എന്ത് കുഴപ്പം? കല്യാണം കഴിഞ്ഞാണ്ട് കുട്ടികളൊക്കെ ആയാലും ഓക്കെ. ഈ രണ്ട് കുട്ടികള് നീ ഒന്ന് മാറാ. അമ്മ അയ്യോ സൂചേട്ടാ, സൂചേട്ടൻ എന്താ പറ്റി? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ സന്തോഷമായി. അവക്ക് ഈ ഒരു പ്രേമം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂന്നേ. ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ അവളോട് സംസാരിച്ചു, അവക്ക് കല്യാണത്തിന് സമ്മതം. അവന് ഓടിക്കളഞ്ഞടി. ഒറ്റ
ഒറ്റോട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഈ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ പൈമറ സെറ്റ് ആവില്ല. ശരിയാടി. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ ഡേ. നീ എന്തിനൊക്കെയാണ് ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. ഇതൊക്കെ ചെയ്തു. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട. ഗുണ്ടല്ലേ? കണ്ടുപിടിച്ചേരാം. അടങ്ങ്. ആക്സിലേറ്റർ ടൈറ്റാ, സീറ്റ് ഹാർഡാ, ഫുള്ള് ഗ്യാപ്പാണല്ലോ. ആ കണ്ണാടി കൊള്ളാം. ഇടർക്കടാ എന്നോട് പ്രാന്തല്ലേ കേട്ടോ, എല്ലാം കൂടി വലിച്ചെറിഞ്ഞ് പള്ളേ കളഞ്ഞു. നീ പോയടാന്ന് മോൻ കളിച്ചു. എടാ കീങ് എടുത്തേ. എന്തിന്? മതി മതി. എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാലോ. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ? ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. കള്ളുടിച്ച് എങ്ങനെ വേണല്ലേ വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ. ഇത്ര അടിപൊളി പേരുണ്ടായിരുന്നോ സൂചേട്ടൻ? ഇത് ഇട്ട പേരിട്ടെ. ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ, എന്റെ സുഖു. അമ്മ മാങ്ങ വേണ്ടവളെ. ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി, വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരിയാ. നീ കണ്ടറിഞ്ഞു ഈ മോളെ. സുഖുച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ, വേം വാ. എന്തി പോയ കിളിയൊക്കെ ഇന്ന് ഇപ്പൊ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. എല്ലാം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല ഇവിടെ കിടന്നു. ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാള് കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ. ചിരിച്ചേക്കണേ. എന്താടാ എടാ, നീ കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ യാതൊരു വികാരവും ഇല്ല, മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മമ മീനാക്ഷി. ഈ ആരാധന എന്ന് വെച്ചാ ഈ പ്രേമം. 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 എന്തോടെ നോക്കണ? എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞേ? 86066000. ഓക്കെ ഓക്കെ, അല്ല ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനകത്ത് ഉപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചേട്ടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി. കൊട്ടാരക്കര കുണ്ടാവിള വീട്ടിൽ ബാബുവിന്റെയും രാധയുടെയും ഇളയ മകനായ ശ്രീജിത്ത് ബാബു മോനുസിന് സുഗു സുജിത് കുമാർ ആൻഡ് ഫ്രണ്ട്സിന്റെയും അനിത സ്റ്റിക്കർ വർക്കിന്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.
ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീജിത്ത് ബാബു. ശ്ശെ, കട്ട്, കട്ട്, കട്ട്. ഒന്ന് അനങ്ങി ചെയ്യ് സൂചേട്ടാ. ഏത് ഇത് ഈ അവസാനത്തെ ആ. മറ്റാണെങ്കിൽ ചെയ്യാൻ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി എന്റെ പൊന്നു സുമേ, ഇതിന് നന്നാക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇതിന്റെ മോട്ടറൊക്കെ പോയി. ഒരു പഴയ മോട്ടർ വെച്ച കുഞ്ഞായി. ഇനി ഈ മിക്സിയുടെ ആകെയുള്ളത് ഇതാ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് വൈകുന്നേരം ചമ്മന്തി അരയ്ക്കാനുള്ള. ചമ്മന്തി ഞാൻ വീട്ടിൽ നിറച്ചുകൊണ്ട് തന്നാൽ മതിയോ? എന്നെ ഇന്നൊന്ന് രക്ഷപ്പെടുത്താനും. അതൊരു 7:30 ആകുമ്പോ കൊണ്ടുവന്നാ മതി. 7:30. ഞാൻ തമാശ പറഞ്ഞാ. ബാബു മോനൂസ്. ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ടുള്ള കാര്യമുണ്ടോ സൂചേട്ടാ? അതെ, ഈ ഫോണിന്റെ ബാക്കിൽ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നൊരു മിഷൻ വരുന്നുണ്ട്. അത് വന്നാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ബാക്കിൽ ഇങ്ങനെ വരും കവർ. സൂചേട്ടാ, എനിക്ക് വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. നല്ല ചെറുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വലിയ വരുമാനമുള്ള കടയൊന്നും വേണമെന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ. ശരിയാണ്. മാങ്ങാ ചമ്മന്തി മതിയേ. 7:30. പാവം നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണോടാ. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും പയ്യന്മാരുണ്ടാവും? എടാ എന്നോട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണു വയ്ക്കാനാ പറയണത്. ഈ ചേട്ടൻ്റെ കടയിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇടത് സുധാകരന്റെ പെങ്ങളാണ്. സുധാകരന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. പിന്നെ കടയുടെ ഈ ചെരിക്കണ കേസൊക്കെ നാളെ കോയമ്പത്തൂർ പ്രിന്റർ കൊണ്ട് വരുമ്പോഴേക്ക് മാറും മൊത്തം. കോയമ്പത്തൂരാണോ? ഞാനും കൂടി ട്രെയിൻ വന്നു തിരിച്ച്. ട്രെയിനാ? ബുള്ളറ്റ് ഉള്ളപ്പോഴാ? എടാ ബുള്ളറ്റിന് പോടാ. നമ്മൾ രണ്ടുപേരും കൂടിയാ. അപ്പൊ ഇവനെ കൊണ്ടുപോണ്ടേ? അവനെ കൊണ്ടുപോകാം. അവനെന്തിനും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എടാ ഞാൻ മാത്രം കൊണ്ട് എടുക്കാം. തമിഴ്നാട്ടിലെ കല്ലുണ്ട് ടെസ്റ്റ് ചെയ്യാം. എന്നാ രാവിലെ പോയേക്കാം. നീ മാത്രം കൊണ്ട് എടുക്ക. ഇതെന്താണിത്? വീണ്ടും വീണ്ടും ചിക്സ. അതിനിപ്പോ എന്താണ്? ആശാൻ സുന്ദരനല്ലേ ചേച്ചി? എടാ ഇവള് മറ്റന്നാളില വരാന്ന് പറഞ്ഞ. ഇനി ഇന്നാണ് മറ്റന്നാള്. ഇന്നൊന്നുമില്ല മറ്റന്നാൾ. എടാ അത് മറ്റന്നേല്. അത് മറ്റന്നേണ്. പേരെന്തായിരുന്നു അവളുടെ പേര്? ആശാൻ എന്താണ് ഈ ആലോചിക്കണം? അവളൊന്ന് വിളിച്ച് എണീപ്പിക്ക്. എടാ അവളുടെ പേരെന്തായിരുന്നു? ഇവളുടെ പേര് എനിക്കറിയായിരുന്നു. എടാ എന്താണ് ചാവച്ചെന്താണ്ട് ഒരു പേരാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവളൊന്ന് എണീപ്പിക്ക ആശാനെ. എടാ നമ്മള് വിശ്വസിച്ച് ഒരു പെണ്ണിറങ്ങി വന്നിട്ട് അവളുടെ പേരറിയില്ലെന്ന് വെച്ചാൽ മോശമല്ലടാ. എന്റെ പൊന്ന് പാച്ച സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോട് എടുക്കണേ എന്തൊരു കഷ്ടമാണ്. ഇതാരത്? രാജസ്ഥാനിലെ രാജാവാ. ആ രാര. പാച്ച 2 അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട് വാ. സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. വാങ്ങട പാച്ച. ഇനി അടിക്കണമല്ലോ. താങ്ക്സ് ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. ആ സൂചേട്ടാ ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ. ഇതിപ്പോ എത്ര നേരം ആശാൻ ഈ കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്? പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ? കെട്ടാമണ പെണ്ണല്ല ആശാൻ. അങ്ങോട്ട് തട്ടി വിളി ആശാനെ. ഞാൻ മോളെ ചക്കരയാ. അതിപ്പോ ഞങ്ങള് ജസ്റ്റ് ഇപ്പൊ വന്നുള്ളൂ. കുട്ടി പറഞ്ഞോളൂ.
എടാ ജാഫറാണല്ലോ. ജാഫറെ പണത്തിനിടെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തോളാം. എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര് ഷിബ ബേബി. ബേബി. ബേബി അതാണ് എന്റെ ഡാഡി, റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ, ബാക്കിയുള്ളവർ വാ. പോരട്ടെ, come on. ജാഫറെ അവിടേക്ക്. ജാഫറെ എന്താണ് ഇത്? ജാഫറെ, നീയും ഗുണ്ട, ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്റെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി നിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. ഇങ്ങനൊന്നും പറയല ജാഫ്രിക്ക. പറയാതെ പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല വയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടെ കൂട്ടാ. എടാ, അവളെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ, എതിർത്താൽ പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ, ആക്ഷനിലേക്ക്. ഇത്രയൊക്കെ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക. പോട്ടെ ജാഫറെ. ഡാഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഡാഡിയുടെ മമ്മി. വെറുതെ ചന്തയെ കൂടി ഗുണ്ടായിസം കാണിച്ചാടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി. ഹലോ, ആരാ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്ററാ, പീറ്റർ മനസ്സിലായടാ. വണ്ടി മൊത്തം പോയടാ. സ്ഥലം നല്ലടി കിട്ടും. നമുക്ക് പോവാം. വണ്ടി എടു. ഹെൽമെറ്റ്, താക്കോല്. ചേട്ടാ ഈ വഴി എന്നെ പോവാന്നോ? കുഴപ്പമില്ലടാ, അവിടെ നമുക്ക് കത്തിച്ചൂടാ. சும்மா பிரச்சனை பண்ணிட்டு இருக்கீங்க. സൂചേട്ട ഒരാളെ കൊന്നല്ലേ? സൂചേട്ട